എവരിവൺ. നിങ്ങൾക്ക് ബിസിനസ്സിൽ ഐഡിയാസ് ചോദിക്കാനും നിങ്ങളുടെ കോണ്ടന്റ് ക്രിയേഷനിൽ വളരെ ഈസി ആയിട്ട് കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ സ്റ്റഡീസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ഡെയിലി ലൈഫിൽ വരെ നിങ്ങൾക്കൊരു അസിസ്റ്റൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ഇനി ബിസിനസ് ആവശ്യങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ക്യാപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനൊന്നും ഒരു അസിസ്റ്റൻറ്റിനെ തപ്പി നടക്കണ്ട. ഗൂഗിൾ ജെമിനിയെ എങ്ങനെ നമ്മുടെ ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റായി മാറ്റാം എന്നാണ് കാണിച്ചു തരുന്നത്. ഇത് നമ്മുടെ ജോലികൾ വളരെ പെട്ടെന്ന് കഴിയാൻ സഹായിക്കുന്നു. എന്താണ് ഗൂഗിൾ ജെമിനി? ഗൂഗിൾ വികസിപ്പിച്ചെടുത്തിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ജെമിനി. ഇത് വെറും ഒരു ചാറ്റ് ബോട്ട് മാത്രമല്ല, നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു തരാനും ചിത്രങ്ങൾ നിർമ്മിക്കാനും ഒരു ബിസിനസ് പാർട്ട്ണറിനെ പോലെ നമ്മളെ സഹായിക്കാനും ജെമിനിക്ക് കഴിയും. ഗൂഗിൾ ജെമിനിയുടെ ഏറ്റവും പുതിയതും പ്രധാനപ്പെട്ടതുമായ കുറച്ച് ഫീച്ചേഴ്സിന് ഞാൻ താഴെ പറയാം. നമ്മുടെ ഡെയിലി ലൈഫിൽ അതുപോലെ സ്റ്റഡീസിലും ജോബിലും എല്ലാം നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആക്കാൻ പറ്റുന്നു. ഫസ്റ്റ് വരുന്നത് ജെമിനി ലൈവ് ഫീച്ചർ ആണ്. നമ്മുടെ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് ജെമിനിയോട് നേരിട്ട് സംസാരിക്കാം. ഇപ്പോൾ സംശയങ്ങൾ ചോദിക്കാനും ഇന്റർവ്യൂവിന് പരിശീലിക്കാനും ഒക്കെ ഇത് സഹായിക്കും. നെക്സ്റ്റ് ടെക്സ്റ്റ് ടു ഇമേജ് ജനറേഷൻ. നമ്മുടെ ഭാവനകളുടെ കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ജെമിനി നല്ല മനോഹരമായ ചിത്രങ്ങളാക്കി മാറ്റുന്നു. ഇതുകൊണ്ട് നമുക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, പ്രസന്റേഷൻസ്, ലോഗോ ഡിസൈൻ എല്ലാം ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഒരു പൂച്ചക്കുട്ടി ലാപ്ടോപ്പിൽ ജോലി ചെയ്യുന്ന ചിത്രം വരയ്ക്കുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഡിസൈൻ നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഡീപ്പ് റിസർച്ച്. സങ്കീർണമായ വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് വിഷയങ്ങൾ, ആഴത്തിലുള്ള വിവരങ്ങൾ, ഡീപ്പായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ ഈ ഒരു ഫീച്ചർ സഹായിക്കുന്നു. ഇന്റർനെറ്റിലെ നൂറുകണക്കിന് വെബ്സൈറ്റുകൾ പരിശോധിച്ചിട്ട് കൃത്യമായ സിറ്റേഷൻസ് സഹിതം റിപ്പോർട്ട് തയ്യാറാക്കാൻ ജെമിനിക്ക് കഴിയും. ഇത് സ്റ്റുഡൻസിനാണെങ്കിലും റിസർച്ചേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് നോട്ട്ബുക്ക് LLM. അപ്പൊ നമ്മൾ ഒരു PDF ആയിട്ട് ഇതിൽ കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക, നോട്ട്സ്, ഗൂഗിൾ ഡോക്സ് ഇതൊക്കെ വിശകലനം ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് തരുന്നു. ഇതുകൊണ്ട് എന്താണ്, നോട്ട്ബുക്കിൽ നിന്ന് നമുക്ക് ഓഡിയോ ഓവർ യൂസ് കിട്ടും. അങ്ങനെ നിർമ്മിക്കാൻ പറ്റും. ഒരു ഫുൾ PDF വായിച്ചിട്ട് ബുക്ക് വായിച്ചിട്ട് ക്വിസുകൾ തയ്യാറാക്കാൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ പഠനകാര്യങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പോയിന്റ്സ് ആക്കിയിട്ട് പഠിക്കാനൊക്കെ യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ് മൾട്ടി മൊഡാലിറ്റി. ഇപ്പൊ ടെക്സ്റ്റ് മാത്രമല്ല, വീഡിയോകൾ, ചിത്രങ്ങൾ, ശബ്ദം എന്നിവയ്ക്കും ഇതെല്ലാം ജെമിനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഒരു മാത്സിൽ ഒരു പ്രോബ്ലത്തിന്റെ ഫോട്ടോ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്തിട്ട് ജെമിനി നമുക്ക് തരുന്നു. അപ്പൊ ഇതാണ് ജെമിനി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. gemini.google.com എന്നുള്ള ലിങ്ക് ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജെമിനിക്കുള്ള ആക്സസ് കിട്ടുന്നു. ഇനി എങ്ങനെയൊക്കെ ചെയ്യാം? ജെമിനിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രോംപ്റ്റ് കൊടുക്കാൻ നല്ല രീതിയിൽ നമ്മൾ പഠിക്കണം. അതിന് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ എങ്ങനെയാണ് പ്രോംപ്റ്റ് തയ്യാറാക്കേണ്ടത് എന്നുള്ളതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിൽ വരുന്ന ഗോൾഡൻ റൂൾസ് ഉണ്ട്. അതിന് കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഫസ്റ്റ് വൺ, റോള്. ആരാണ് ജെമിനി ഇവിടെ ആരായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്? ഇപ്പോൾ ടീച്ചർ ആയിട്ട് വേണോ, കോഡിംഗ് എക്സ്പേർട്ട് ആയിട്ട് വേണോ, അത് നമ്മൾ അതിൽ കൊടുക്കണം. നെക്സ്റ്റ് ടാസ്ക് എന്താണ്, അതായത് എന്ത് ചെയ്യണം. ഇപ്പൊ ഇമെയിൽ എഴുതാനാണോ, ഒരു ചാപ്റ്റർ വിശദീകരിക്കാനാണോ എന്നുള്ളത് നമ്മൾ അതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് കോണ്ടെക്സ്റ്റ്, പശ്ചാത്തലം, അതായത് എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതിന് ഒരു ആൻസറും അത് കൊടുത്തതിനനുസരിച്ചിട്ട് ആ ഒരു രീതിയിൽ വേണം പ്രോംപ്റ്റ് റെഡിയാക്കാൻ. നെക്സ്റ്റ് ഫോർമാറ്റ്, ഉത്തരം എങ്ങനെ വേണം, നമ്മൾ കിട്ടുന്ന ആൻസർ ടേബിൾ ആയിട്ട് വേണോ, പോയിന്റ് ആയിട്ട് വേണോ, പാരഗ്രാഫ് ആയിട്ട് വേണോ എന്നുള്ളത് നമ്മൾ അതിൽ പ്രോംപ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് കൊടുക്കണം. ഇപ്പോൾ കുറച്ച് മോഡൽ പ്രോംപ്റ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ എഡ്യൂക്കേഷൻ പർപ്പസിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ സിന്തസിസ് എന്താണ്, ഇങ്ങനെയല്ല കൊടുക്കേണ്ടത്, കറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. ഇനി ഒരു സയൻസ് ടീച്ചറാണെന്ന് സങ്കല്പിക്കുക. ഫോട്ടോ സിന്തസിസ് എന്താണെന്നൊരു 10ാം ക്ലാസ്സുകാരന് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായ ഉദാഹരണങ്ങൾ സഹിതം പോയിന്റുകളായി വിശദീകരിക്കാമോ? അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോംപ്റ്റ് ഇവിടുന്ന് കോപ്പി എടുത്തിട്ട് മലയാളത്തിലുള്ള ഒരു പ്രോംപ്റ്റ് തന്നെയാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കുന്നത് വഴി സാധിക്കും. അപ്പൊ ഈ പ്രോംപ്റ്റ് ഇവിടെ എൻ്റർ ചെയ്യുന്നു. 10ാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ജെമിനി ഇവിടെ ടീച്ചറായിട്ടാണ് പറഞ്ഞിരുന്നത്. എന്താണ് പ്രകാശ സംശ്ലേഷണം? ഇപ്പോൾ സസ്യങ്ങൾ, സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് ഹരിതകത്തിന്റെ സാന്നിധ്യത്തിൽ ആഹാരം നിർമ്മിക്കുന്ന രീതിയാണിത്. ഇതിന്റെ ഘട്ടങ്ങളൊക്കെ താഴെ പറയുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലായിട്ടുള്ള ആൻസർ വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഇംഗ്ലീഷിലായിട്ട് നമ്മൾ
എൻ്റർ ചെയ്താൽ കൊടുത്താൽ മതി. ഇംഗ്ലീഷിൽ വേണമെന്നുള്ളത് പറഞ്ഞാൽ മതി. ഈ 10ാം ക്ലാസ്സുകാരന് വേണ്ട, ഒരു 5th സ്റ്റാൻഡേർഡിനുള്ള കുട്ടിക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ അത് എൻ്റർ ചെയ്ത് ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ആൻസർ ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആവും. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഇമേജ് നിർമ്മാണം. ഒരു ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ അതിൽ നിന്ന് ഇമേജ് നിർമ്മിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ കൊടുക്കരുത്. ഒരു കുട്ടിയുടെ പടം വരയ്ക്കൂ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടൂല. അപ്പോൾ കറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ഒരു കൊച്ചുകുട്ടി ലാപ്ടോപ്പിൽ പഠിക്കുന്ന പെൻസിൽ ഡ്രോയിങ് നിർമ്മിക്കൂ. പശ്ചാത്തലം വളരെ ലളിതമായിരിക്കണം. കയ്യിൽ ഒരു പെൻസിലും അടുത്തൊരു പുസ്തകവും ഉണ്ടായിരിക്കണം. ഇതൊരു റിയലിസ്റ്റിക് സ്കെച്ച് ആയിരിക്കണം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം. അടുത്ത പ്രോംപ്റ്റ് ടെക്സ്റ്റ് ടു ഇമേജ്. എങ്ങനെ ഒരു ഇമേജ് ഈ ഒരു ടെക്സ്റ്റ് വെച്ചിട്ട് നിർമ്മിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കൊച്ചുകുട്ടി ലാപ്ടോപ്പിൽ ഇരിക്കുന്ന, അതിൻ്റെ അടുത്തിരിക്കുന്ന ഒരു പെൻസിൽ ഡ്രോയിങ് പിക്ചറാണ് ജെമിനി ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ പെൻസിലും അടുത്തൊരു പുസ്തകവുമാണ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ ആൻസർ ആയിട്ട് കാണുന്നത്. ഓക്കെ, ഇമേജ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ്, ഇനി ബിസിനസ്സിന് എങ്ങനെയാണ് നമുക്ക് ബിസിനസ്സിനും അതേപോലെ നമ്മുടെ ജോബിൽ ഒരു നാളത്തേക്ക് ഒരു ലീവ് ലെറ്റർ വേണം. അപ്പോൾ ലീവ് ലെറ്റർ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത്, എനിക്ക് പനി ആയതുകൊണ്ട് ഓഫീസിൽ നിന്ന് വരാൻ കഴിയില്ല. എൻ്റെ മാനേജർക്ക് അയക്കാൻ പറ്റിയ ഒരു പ്രൊഫഷണൽ ഇമെയിൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കൂ. വളരെ വിനീതമായ ഭാഷയിലായിരിക്കണം. നമുക്ക് ഇംഗ്ലീഷിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി ഇത് തന്നെ നമുക്കൊന്ന് പേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ആൻസർ കിട്ടുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇത് മെയിൽ കിട്ടിയിട്ടുണ്ട്. ഈ മോഡൽ ഓക്കെ ആണെങ്കിൽ ഇത് കോപ്പി ചെയ്തിട്ട് നമുക്ക് മെയിൽ സെൻഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, ജെമിനി ലൈവ് എങ്ങനെ ഇന്റർവ്യൂവിന് യൂസ് ചെയ്യാം. ഇതാണ് പ്രോംപ്റ്റ്. ഇനി ഒരു ഇന്റർവ്യൂവിന് ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാണ്. ഇന്റർവ്യൂവറായി വേഷമിടൂ. എന്നോട് ഓരോ ചോദ്യങ്ങളെ ചോദിക്കുകയും ഞാൻ നൽകുന്ന ഉത്തരങ്ങളെ തെറ്റുകൾ തിരുത്തുകയും ചെയ്യും. ഇതാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ്. ഇതൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം. സ്വാഗതം ചെയ്യുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് അങ്ങനെയുള്ളതായിരിക്കും വരുന്നത്. ഇപ്പൊ നമുക്ക് കുറച്ചുകൂടെ ടിപ്സും കൂടെ പറഞ്ഞുതരാം. ലാംഗ്വേജ് മാറ്റാൻ, ഭാഷ മാറ്റാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ വിശദീകരിക്കുമെന്ന് കൊടുത്തു കഴിഞ്ഞാൽ മലയാളത്തിൽ കിട്ടും. നമുക്ക് ഏത് ഭാഷയിൽ വേണോ അത് ഇവിടെ എൻ്റർ ചെയ്താൽ മതി. നെക്സ്റ്റ്, ലെങ്ത് ക്രമീകരിക്കാം. ഇപ്പോൾ 100 വാക്കിൽ ചുരുക്കി എഴുതൂ അല്ലെങ്കിൽ വിശദമായി എഴുതൂ എന്നുള്ളത് നമ്മളവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡാറ്റ ആൻസർ കിട്ടും. ടാബ്ലോ ഉപയോഗിക്കാം. അപ്പോൾ ഇന്ത്യയിലെ പ്രധാന നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും ഒരു ടാബ്ലോ രൂപത്തിൽ നൽകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ കിട്ടുന്നു. തിരുത്തലുകൾ വരുത്താം. ലഭിച്ച ഉത്തരം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതിൽ കുറച്ചുകൂടി തമാശ കലർത്തു എന്നാൽ ഇത് വളരെ കടുപ്പമാണ്, ഒന്നുകൂടി ലളിതമാക്കുക നമുക്ക് ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് കിട്ടുന്നു. ഓക്കെ, സ്റ്റഡീസിൽ നമ്മൾ ഡെയിലി ലൈഫിൽ തന്നെ ജെമിനി യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതിന് ഇത്രമാത്രം പ്രത്യേകതകൾ എന്നുള്ളത് നമുക്ക് ഈ 4 കാരണങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ഗൂഗിൾ എക്കോസിസ്റ്റം. ഇപ്പോൾ നമ്മുടെ ജിമെയിൽ, ഗൂഗിൾ ഡ്രൈവ്, ഡോക്സ് എന്നിവയുമായി ജെമിനി നേരിട്ട് കണക്റ്റഡ് ആണ്. ഗൂഗിൾ ഡ്രൈവിൽ ഒരു ഫയലിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്ക് ഇമെയിലുകൾക്ക് മറുപടി കൊടുക്കാനൊക്കെ ജെമിനിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പറ്റും. വർക്ക് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ചെയ്തു തരും. ഓക്കെ, ഗൂഗിൾ വർക്ക് സ്പേസ്, ഗൂഗിൾ ഡ്രൈവ്, ഫയൽ സെർച്ച് പറഞ്ഞതിൽ ഗൂഗിൾ വർക്ക് സ്പേസിനേറ്റും ഇവിടുന്ന് കണക്റ്റ് ആകുന്നു. വർക്ക് സ്പേസിനേറ്റും കണക്റ്റ് ആകുന്നു. അത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് അതിലേക്ക് കണക്റ്റ് ആവുന്നു. അങ്ങനെ അത് ചെയ്തു തരുന്നു വർക്ക് സ്പേസിനേറ്റും കണക്ട് ചെയ്തിട്ട്. ഓക്കെ, നമ്മളുടെ എക്സൽ ഷീറ്റിലുള്ള കാര്യങ്ങൾ, ഗൂഗിൾ ഡ്രൈവിലുള്ള കാര്യങ്ങളും എല്ലാം ഇത് നമുക്ക് ഫയലുകളുടെ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചു തരുന്നു. നെക്സ്റ്റ്, ജെമിനി ലൈവ്. ഇപ്പോൾ നമ്മളുടെ ഒരു ഫ്രണ്ടിനോട് നമ്മൾ ഫോണിൽ സംസാരിക്കുന്ന പോലെ നമുക്ക് ജെമിനിയോട് നേരിട്ട് സംസാരിക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു. സംസാരത്തിനിടയിൽ നമുക്ക് പെട്ടെന്ന് ഒരു ചേഞ്ച് വരുത്തണം. നമ്മുടെ ക്വസ്റ്റ്യന് ഫോർമാറ്റ് ഒന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിൽ ചേഞ്ച് ചെയ്യാനും പറ്റും. പുതിയ വിവരങ്ങൾ, ഇപ്പോൾ ഇന്റർനെറ്റിലുള്ള പുതിയ ഡാറ്റാസ് ആണ്, ലേറ്റസ്റ്റ് ഡാറ്റാസ് ആയിരിക്കും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക. അപ്പോൾ ഗൂഗിൾ സെർച്ചിന്റെ സഹായത്തോടെ ലോകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പോലും ജെമിനി കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇപ്പോൾ വേറെ ടൂൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പഴയ വേർഷൻസ്, പഴയ അവർക്ക് കിട്ടിയിട്ടുള്ള ഓൾഡ് ഡാറ്റാസ് ആയിരിക്കും. എന്നാൽ ജെമിനി കുറച്ചുകൂടെ എപ്പോഴും അപ്ഡേറ്റഡ് ആണ്.
പിന്നെ മാസീവ് കോണ്ടെക്സ്റ്റ്, വലിയ ഫയലുകൾ ഇത് വിശകലനം ചെയ്യാൻ പറ്റും. വളരെ വലിയ PDF ഫയലുകൾ, നീളമുള്ള വീഡിയോ, ലെങ്തി വീഡിയോസ് ഒക്കെ ഇതിൽ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അത് വായിച്ചിട്ട് അതിലെ പ്രധാന കാര്യങ്ങൾ സമ്മറൈസ് ചെയ്ത് തരും. അതേപോലെ വോയിസ് ഓവർവ്യൂ ഒക്കെ റെഡിയാക്കി തരും. ഇതൊക്കെയാണ് ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്കും എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ സ്മാർട്ട് ലോകത്തെ പുതിയ അറിവുകൾക്കായി എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് ഒരുമിച്ച് മുന്നേറാം.